നാട് മുഴുവൻ ഇലക്ഷൻ ചൂടിലാണ് അല്ലേ. നമ്മൾ ടി വി നോക്കിയാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എടുത്ത് തുറന്നു നോക്കിയാലും എല്ലായിടത്തും ഇലക്ഷനാണ്. അതിൻ്റെ ചർച്ചകൾ, അതിൻ്റെ ഡിബേറ്റുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരുപാട് പ്രചരണങ്ങൾ, പാട്ടുകൾ അല്ലേ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയും ചാനലുകളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ചർച്ചകൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്? കാരണം അടുത്ത 5 വർഷം നമ്മളെ ആരാണ് ഭരിക്കാൻ പോകുന്നത്, നമ്മുടെ നാട് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് തീരുമാനിക്കുന്ന ഒരു സമയമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയാൽ, നമ്മൾ ശരിക്കുള്ള ആളുകൾക്കല്ല വോട്ട് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇനി 5 വർഷത്തേക്ക് നമുക്ക് തിരുത്താൻ പറ്റൂല അല്ലേ. അത് 5 വർഷത്തേക്കുള്ളൊരു ഇലക്ഷനാണ്, 5 വർഷത്തേക്കുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടാണ് ഇത്രയും സീരിയസ് ആയിട്ട് ആളുകൾ ഇങ്ങനെ ഇലക്ഷനെക്കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. ആ രൂപത്തിൽ നമ്മളെന്ത് ചെയ്യുക, നമ്മുടേതായ രൂപത്തിൽ നമ്മുടെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ നമ്മളും ഡെവലപ്പ് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഇത്തരം ഡിസ്കഷൻസിൽ ഭാഗമാകുക എന്നുള്ളതൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ലിവിങ് ദാറ്റ് അസൈഡ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു 5 വർഷത്തേക്ക് നമ്മുടെ തീരുമാനം, നമ്മുടെ ചോയ്സ് തെറ്റിപ്പോയാൽ വലിയ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ ഡിബേറ്റ്സും ഇത്രയും വലിയ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് അല്ലേ. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഇതിനേക്കാൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു ഡിസിഷൻ ഉണ്ട്. അതെന്താണെന്നറിയോ? നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് അല്ലേ. ഇപ്പം നമുക്ക് ഇലക്ഷനിൽ വോട്ടെടുക്കുമ്പോൾ അല്ലെങ്കിൽ വോട്ട് ചെയ്യുമ്പോൾ ഒരു അബദ്ധം പറ്റിയാൽ, റോങ് ചോയ്സ് നമ്മൾ സെലക്ട് ചെയ്താൽ 5 വർഷം നമുക്കത് തിരുത്താൻ പറ്റില്ല എന്നേ ഉള്ളൂ അല്ലേ. പിന്നെ 5 വർഷം കഴിഞ്ഞാൽ പിന്നെയും ചോയ്സസ് ഉണ്ട് അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു സ്ട്രീം തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മൾ ഇനി +1 കടക്കുമ്പോൾ എന്ത് സ്ട്രീം എടുക്കണം, അല്ലെങ്കിൽ +2 കഴിഞ്ഞതിന് ശേഷം ഏത് എൻട്രൻസ് എഴുതണം, എന്തിൽ പെർഫോം ചെയ്യണം, ഇതൊക്കെ ആ ഒരു ചോയ്സ് എങ്ങനെ നമുക്ക് തെറ്റിയാലുള്ള കാര്യം എന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ലൈഫ് ലോങ്ങിലേക്കുള്ള ഒരു ഡിസിഷനാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. ഒരു കോഴ്സിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നു, ഒരു കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ തീരുമാനിക്കുന്നു. നമ്മുടെ ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു തീരുമാനമാണത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 3-4 വർഷം കൊണ്ട് നമ്മളൊരു കോഴ്സ് ചെയ്തു, എന്നിട്ട് നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് തോന്നുകയാണ് ഇത് നന്നായില്ല, വേറെ കോഴ്സ് പോയി ചെയ്യാൻ പ്രാക്ടിക്കലാവുമോ ഇല്ലേ. എത്രത്തോളം വലിയൊരു പ്രയാസമായിരിക്കും അത്. അതുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഈ ഇലക്ഷനൊക്കെ നടക്കുന്ന ഭയങ്കര ഡിബേറ്റ്സ് ഇല്ലേ, അത്രയും വലിയ ഡിബേറ്റ്സോ അത്രയും വലിയ ചർച്ചകളോ നമ്മുടെ എഡ്യൂക്കേഷണൽ ചോയ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കരിയർ ചോയ്സുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാറുണ്ടോ? ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അല്ലേ. കാരണം മറ്റേതൊരു 5 വർഷത്തേക്കുള്ള ചോയ്സാണ്, ഇത് നമ്മുടെ ലൈഫ് ലോങ് ചോയ്സാണ്. എന്നിട്ട് പോലും പല ആൾക്കാരും എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ ആരെങ്കിലുമൊക്കെ എൻ്റെ മാമൻ്റെ മോൻ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ ഇന്ന കാരണവർ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ ആ കോഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചു, ആരൊക്കെ പറയുന്ന എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് പല ആളുകളും കോഴ്സ് തിരഞ്ഞെടുക്കുന്നതും അതുപോലെ ഡിസിഷൻസ് എടുക്കുന്നതും. ഇതൊരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല അല്ലേ. നമ്മൾ ഇലക്ഷൻ ചെയ്യുമ്പോൾ നമ്മളെന്ത് ചെയ്യും, ഓരോ പാർട്ടിയെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് നോക്കും, അവരുടെ പോളിസീസ് എന്താണ്, അവരെന്താണ് ചെയ്തത്, എന്താണ് ചെയ്യാത്തത്, ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഒരു കോഴ്സ് എടുക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യണം, നന്നായി ആലോചിക്കണം, എന്താണ് ഈ കോഴ്സ്, അതിൻ്റെ സ്കോപ്പ് എന്താണ്, അതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾ എന്താണ് റിവ്യൂ പറയുന്നത്, ഫീഡ്ബാക്ക് പറയുന്നത്, അതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളമാണ്, ഫ്യൂച്ചറിൽ ഇപ്പം ഒരുപാട് AI മറ്റു കാര്യങ്ങളൊക്കെ വരികയാണ് അല്ലേ. അപ്പോൾ ഫ്യൂച്ചറിൽ അതിൻ്റെ ഒരു സ്കോപ്പ് എത്രത്തോളമായിരിക്കും, അത് കൂടാനാണോ കുറയാനാണോ ചാൻസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കണം നമ്മളൊരു കരിയർ ചോയ്സ് എടുക്കേണ്ടത്. അല്ലാതെ എല്ലാവരും പോകുന്നത് ഈ കോഴ്സിനാണ്, അതുകൊണ്ട് ഞാനും അതിന് ചേരുന്നു, അല്ലെങ്കിൽ എൻ്റെ ആരോ ഒരാൾ എന്നോട് ഇതെടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ എടുക്കുന്നു എന്ന രൂപത്തിലൊന്നും ആവാൻ പാടില്ല. അതുകൊണ്ട് കരിയർ റിലേറ്റഡ് ആയിട്ടും നമുക്കെന്ത് വേണം, എലക്ഷൻ അല്ലേ, തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവത്തിൽ, മറ്റേതിനേക്കാൾ ഗൗരവത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അവെയർനെസ് ആണ് അല്ലേ. എല്ലാത്തിനെ പറ്റിയും നമുക്ക് അവെയർനെസ് വേണം. വെറും അവെയർനെസ് ഉണ്ടായതുകൊണ്ടും കാര്യമില്ല കേട്ടോ. നമുക്ക് നല്ല അവെയർനെസ് ഉണ്ട്, മെഡിക്കൽ ഡിഗ്രി അല്ലെങ്കിൽ MBBS നല്ലതാണെന്നുള്ള നല്ല അവെയർനെസ് നമുക്കുണ്ട്. എന്ന് വെച്ചിട്ട് നമുക്ക് MBBS കിട്ടുമോ? ഇല്ല. നമുക്കതിന് വേണ്ട പ്രിപ്പറേഷൻസും ആവശ്യമാണ്. മറ്റേ ഇലക്ഷൻ മാതിരിയല്ല, നമുക്ക് പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. അതിൻ്റേതായ രൂപത്തിൽ പ്രിപ്പയർ ചെയ്ത് എക്യുപ്ഡ് ആയതാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കോമ്പറ്റേറ്റീവ് വേൾഡിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കരിയറിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അവെയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇൻഫോംഡ് ആയ ഡിസിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ രൂപത്തിൽ കരിയർ എലക്ഷനിലും അല്ലെങ്കിൽ കരിയർ തെരഞ്ഞെടുപ്പിലും നമ്മൾ എന്ത് ചെയ്യണം, വളരെ സീരിയസ് ആയൊരു ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ എക്സാം വൈ ലേണിങ്ങിൻ്റെ ചാനലിൽ കരിയർ സെഷൻസുമായി ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് കരിയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് സ്ട്രീമുകളെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കരിയർ മാപ്പിംഗ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ അത്തരത്തിലുള്ള സെഷൻസിനും വീഡിയോസിനും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിവേ ഈ ഒരു കരിയർ ഇലക്ഷനിൽ അല്ലെങ്കിൽ കരിയർ തെരഞ്ഞെടുപ്പിൽ ഇൻഫോംഡ് ആയ ഡിസിഷൻസ് എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക.